ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനൽ. ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനലിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതർ ഹാർമണിയിലെ 5th ചാപ്റ്റർ ടോളറൻസ് എന്നുള്ള ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് E.M. ഫോസ്റ്ററാണ്. ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് E.M. ഫോസ്റ്റർ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ച് നമുക്ക് അല്പം ഒന്ന് പരിചയപ്പെടാം. 1879 മുതൽ 1970 വരെയാണ് E.M. ഫോസ്റ്ററുടെ ജീവിത കാലഘട്ടം. അദ്ദേഹം ഒരു അറിയപ്പെട്ട ബ്രിട്ടീഷ് നോവലിസ്റ്റ്, എസ്സയിസ്റ്റ്, അതുപോലെ സാഹിത്യ നിരൂപകൻ എന്നിവയൊക്കെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ പ്രധാനപ്പെട്ട നോവൽ എന്ന് പറയുന്നത് 1924 അദ്ദേഹം എഴുതിയ എ പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്ന നോവലാണ്. പല പ്രാവശ്യം അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുകയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ക്രൂരതകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തെ വെറുക്കുക പോലും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് E.M. ഫോസ്റ്റർ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാം, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ടോളറൻസ് എന്നാണ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത എന്നർത്ഥം. സഹിഷ്ണുതയെക്കുറിച്ച് ഒരുപാട് മലയാള ലേഖനങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. എങ്ങനെ മറ്റുള്ളവരോട്, എങ്ങനെ മറ്റു സമുദായക്കാരോട്, എങ്ങനെ മറ്റു ഗോത്ര വർഗ്ഗങ്ങളോട് സഹിഷ്ണുതയുള്ളവരായി മാറണം എന്നതൊക്കെ നമ്മൾ മലയാള ലേഖനങ്ങൾ ഒരുപാട് വായിച്ചവരാണ്. ഈ ഒരു ചാപ്റ്ററിലൂടെ E.M. ഫോസ്റ്റർ സഹിഷ്ണുതയെക്കുറിച്ച് തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ലോകയുദ്ധങ്ങൾ കഴിഞ്ഞതിന് ശേഷം രാജ്യങ്ങളായാലും ഗോത്രങ്ങളായാലും ഒക്കെ പരസ്പരം കണ്ടിരുന്നത് വെറുപ്പോടെയും വിദ്വേഷത്തോടെയും കൂടിയൊക്കെ ആയിരുന്നു. പരസ്പരം ബദ്ധവൈരികളായിരുന്നു ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം രാജ്യങ്ങളൊക്കെ. അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇവിടെ സംസ്കാരങ്ങളും നാഗരികതകളൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു പുതിയ സംസ്കാരം, ഒരു സിവിലൈസേഷൻ ഇവിടെ റീകൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ അഥവാ പുനർനിർമ്മിക്കണമെങ്കിൽ അതിനുള്ള ഏക മാർഗം സഹിഷ്ണുതയാണ് എന്നുള്ളതാണ് E.M. ഫോസ്റ്റർ പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ലോകയുദ്ധങ്ങൾക്ക് ശേഷം രാജ്യങ്ങളൊക്കെ പരസ്പരം ശത്രുതാ മനോഭാവമാണ് വെച്ച് പുലർത്തുന്നത്. അപ്പം അത്തരത്തിൽ ഇവിടെ ഒരു നല്ല സംസ്കാരം രൂപപ്പെടുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുകയില്ല. ആ ഒരു സാഹചര്യത്തിൽ നല്ലൊരു സംസ്കാരവും നല്ലൊരു നാഗരികതയും പരസ്പരം സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ലോകം ഇവിടെ രൂപപ്പെടണമെങ്കിൽ, അതിനെ നമുക്ക് പുനർസൃഷ്ടിക്കണമെങ്കിൽ അതിനുള്ള ഏക മാർഗമെന്ന് പറയുന്നത് സഹിഷ്ണുത മാത്രമാണ് എന്നാണ് E.M. ഫോസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചാപ്റ്ററിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് 8 പോയിൻ്റുകളാണ് പറയാനുള്ളത്. ഈ 8 പോയിൻ്റുകൾ മനസ്സിലാക്കുന്നതിലൂടെ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് പ്രവേശിക്കാം. All attempts to reconstruct society will fail unless man has a sound attitude of mind. All attempts, എല്ലാ ശ്രമങ്ങളും, to reconstruct society, സമൂഹത്തെ പുനർസൃഷ്ടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും will fail, അത് പരാജയപ്പെടും. എപ്പോൾ? unless man has a sound attitude of mind, മനുഷ്യന് ഒരു നല്ല മനോഭാവം ഇല്ല എങ്കിൽ, എല്ലാ വിഷയത്തിലും മനുഷ്യരു നല്ല മനോഭാവം ഇല്ല എങ്കിൽ, ഒരു നല്ല മാനസികമായ മനോഭാവം ഇല്ല എങ്കിൽ നാം സമൂഹത്തെ പുനർസൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടും എന്നുള്ളതാണ് E.M. ഫോസ്റ്റർ ഒന്നാമത്തെ പോയിന്റിലൂടെ പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. മോസ്റ്റ് പീപ്പിൾ ബിലീവ് ദാറ്റ് സിവിലൈസേഷൻ ക്യാൻ ബി റീബിൽഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി ഐഡിയൽ ഓഫ് ലവ്, ബട്ട് ഇറ്റ് ഈസ് ആൻ ഇംപ്രാക്ടിക്കബിൾ ഐഡിയ. മോസ്റ്റ് പീപ്പിൾ ബിലീവ്, അധിക ആളുകളും വിശ്വസിക്കുന്നത്, ദാറ്റ് എന്തെന്നാൽ സിവിലൈസേഷൻ ക്യാൻ ബി റീബിൽഡ്, നമ്മുടെ സംസ്കാരം, നമ്മുടെ നാഗരികത നമുക്ക് പുനർനിർമ്മിക്കാൻ സാധിക്കും. ലോകയുദ്ധങ്ങൾക്ക് ശേഷം ഇവിടെ തകർന്നടിഞ്ഞ സംസ്കാരങ്ങളും നമ്മുടെ നാഗരികതയും നമുക്കൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? പുനർനിർമ്മിക്കാൻ സാധിക്കും. എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺ ദി ബേസിസ് ഓഫ് ദി ഐഡിയൽ ഓഫ് ലവ്, ഓൺ ദി ബേസിസ്, എന്തിനടിസ്ഥാനത്തിൽ ഓഫ് ദി ഐഡിയൽ ഓഫ് ലവ്, സ്നേഹമെന്ന് പറയുന്ന മാതൃകാപരമായ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ,
പരസ്പരം സ്നേഹിച്ചുകൊണ്ട്, മാതൃകാപരമായ സ്നേഹം കാണിച്ചുകൊണ്ട്, ജനങ്ങൾ തമ്മിൽ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ആ തകർന്നടിഞ്ഞു പോയ സംസ്കാരത്തെ പുനർസൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് അധിക ആളുകളും വിശ്വസിക്കുന്നത്. പക്ഷേ ഇറ്റ് ഈസ് ആൻ ഇംപ്രാക്ടിക്കബിൾ ഐഡിയ. ഇത് ഒരിക്കലും പ്രായോഗികവൽക്കരിക്കാൻ സാധിക്കാത്ത ഒരു ആശയമാണ്. ജനങ്ങൾ പരസ്പരം സ്നേഹിക്കുക, അതിലൂടെ പുതിയ ഒരു സംസ്കാരം അല്ലെങ്കിൽ പുതിയ ഒരു നാഗരികതയെ സൃഷ്ടിച്ചെടുക്കുക, ഇത് ഒരിക്കലും നമുക്ക് പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കാത്തൊരു ആശയമാണ് എന്നാണ് E.M. ഫോസ്റ്ററുടെ അഭിപ്രായം. ഇനി അടുത്ത പോയിൻ്റ് നോക്കാം. Tolerance is a dull and negative virtue, but it is the only principle which will enable us to rebuild civilization. ടോളറൻസ്, സഹിഷ്ണുത എന്നുള്ളത് ഈസ് എ ഡൾ, ഒരു വിരസമായ ആൻഡ് നെഗറ്റീവ് വിർച്യു, ഒരു നെഗറ്റീവായ ഗുണമാണ്. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ഇറ്റ് ഈസ് ദ ഓൺലി പ്രിൻസിപ്പിൾ വിച്ച് വിൽ എനാബിൾ അസ് ടു റീബിൽഡ് സിവിലൈസേഷൻ. പക്ഷേ ഇറ്റ് ഈസ് ദ ഓൺലി പ്രിൻസിപ്പിൾ, ഇത് മാത്രമാണ് ഒരു തത്വം. എന്തിനുള്ള തത്വം? വിച്ച് വിൽ എനാബിൾ അസ്, ഇത് നമ്മളെ കഴിവുള്ളവരാക്കും ടു റീബിൽഡ് സിവിലൈസേഷൻ, തകർന്നടിഞ്ഞ ഈ സംസ്കാരത്തെ പുനഃസൃഷ്ടിക്കാൻ കഴിവുള്ളവരാക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പല ആളുകൾക്കും ടോളറൻസ്, സഹിഷ്ണുത എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായ, ഒരു ഡള്ളായ ഒരു കാര്യമായിട്ട് തോന്നാം. കാരണം സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ ആശയാദർശങ്ങളെ ഉൾക്കൊള്ളാനും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനൊക്കെ എന്ത് ചെയ്യുക, സാധിക്കുക, ആ രീതിയിലേക്ക് നമ്മൾ ആയി മാറുക, അതാണ് സഹിഷ്ണുത. അഥവാ അവരൊക്കെ സഹിക്കുക എന്നുള്ളതാണ് സഹിഷ്ണുത. അപ്പോൾ അതൊരു നെഗറ്റീവ് വീഴ്ച ആയിട്ട് പലർക്കും അനുഭവപ്പെടാം. പക്ഷേ അങ്ങനെ അനുഭവപ്പെടുമ്പോഴും അങ്ങനെ തോന്നുമ്പോഴും നമുക്ക് നമ്മുടെ സിവിലൈസേഷൻ ഇവിടെ റീബിൽഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പുനർസൃഷ്ടിക്കണമെങ്കിൽ അതിനുള്ള ഏക പ്രിൻസിപ്പിൾ, ഏക മാർഗം എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? ടോളറൻസ് മാത്രമാണ് എന്നാണ് E.M. ഫോസ്റ്റർ പറയുന്നത്. ഇനി ഫോർത്ത് പോയിൻ്റ് നോക്കാം. The only alternative to tolerance is the Nazi way of killing all those whom we do not like. The only alternative, ആകെ പകരമായിട്ടുള്ളത്, ടു ടോളറൻസ്, സഹിഷ്ണുതയ്ക്ക് പകരമായിട്ടുള്ളത്, സഹിഷ്ണുതയെ ഒരു ഭാഗത്ത് നമ്മൾ നിർത്തുകയാണെങ്കിൽ അതിലൂടെ ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്താൻ സാധിക്കുമെന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ബദലായിട്ടുള്ളത്, അതിന് പകരമായിട്ടുള്ളത് പിന്നെ എന്ത് മാത്രമാണ്? ഈസ് ദ നാസി വേ ഓഫ് കില്ലിങ്. എന്താ? ജനങ്ങളെ കൊല്ലുക എന്നുള്ള നാസി മാർഗമാണ്. ആരെ? ദോസ്, ആ ആളുകളെ, ഹൂം വി ഡു നോട്ട് ലൈക്ക്, അവരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമ്മുടെ സമുദായത്തിൽപ്പെടാത്ത എല്ലാ ആളുകളെയും കൊല ചെയ്യപ്പെടുക അല്ലെങ്കിൽ അവരെ കൊല ചെയ്യുക എന്നുള്ള നാസി വേ, അതാണ് ടോളറൻസിന് പകരമായിട്ട് മറുഭാഗത്ത് നിൽക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പുതിയൊരു സംസ്കാരം രൂപപ്പെടുത്തണമെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സഹിഷ്ണുതാ മനോഭാവം പുലർത്തുക. അല്ലെങ്കിൽ ഇവിടെ ഒരു സംസ്കാരം രൂപപ്പെടണമെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ടീമിന്, ഒരു വിഭാഗത്തിന് ഇഷ്ടമില്ലാത്ത, അവരോട് കൂറ് പുലർത്താത്ത എല്ലാ വിഭാഗങ്ങളെയും എന്ത് ചെയ്യുക? കൊല ചെയ്യപ്പെടുക എന്നുള്ള നാസി വേ. ആ രണ്ട് രീതികളാണ് ഇവിടെ നിലവിലുള്ളത്. അപ്പോൾ ഒന്ന് പോസിറ്റീവായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, അതായത് ടോളറൻസ് എന്ന് പറഞ്ഞത് ഒരു പോസിറ്റീവായ വശമാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് പകരമായിട്ടുള്ള നെഗറ്റീവ് വശം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരെയും, ഒരു വിഭാഗം ഒഴിച്ച് എല്ലാവരെയും കൊല ചെയ്യപ്പെടുക എന്നുള്ള നാസി രീതിയുമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഇനി അഞ്ചാമത്തെ പോയിന്റിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് ഈ സഹിഷ്ണുത അത് എവിടെയൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ടോളറൻസ് ഈസ് നീഡഡ് ഇൻ ആൾ ഏരിയാസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി. ഇറ്റ് ഈസ് നീഡഡ് ഇൻ ദി സ്ട്രീറ്റ്, in the office, at the factory, and in the relation between nations and races. Tolerance is needed. സഹിഷ്ണുത ആവശ്യമാണ്. എവിടെയൊക്കെ? ഇൻ ആൾ ഏരിയാസ്, എല്ലാ മേഖലകളിലും, ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി, മനുഷ്യൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും എന്താവശ്യമാണ്? സഹിഷ്ണുത ആവശ്യമാണ്. ഇറ്റ് ഈസ് നീഡഡ്, ഈ സഹിഷ്ണുത ആവശ്യമാണ്. ഇൻ ദ സ്ട്രീറ്റ്, തെരുവിൽ ആവശ്യമാണ്, അങ്ങാടികളിലൊക്കെ ആവശ്യമാണ്. ഇൻ ദി ഓഫീസ്, ഓഫീസുകളിൽ ആവശ്യമാണ്. അറ്റ് ദി ഫാക്ടറി, ഫാക്ടറികളിൽ ആവശ്യമാണ്. ആൻഡ് ഇൻ ദി റിലേഷൻ ബിറ്റ്വീൻ നാഷൻസ് ആൻഡ് ദി റൈസസ്, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലും ഗോത്രങ്ങളും വർഗ്ഗങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു സഹിഷ്ണുത ആവശ്യമാണ്. അപ്പോൾ സഹിഷ്ണുത എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക
സമയത്ത് അല്ലെങ്കിൽ പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം പോരാ. സഹിഷ്ണുത എന്ന് പറയുന്നത് മനുഷ്യൻ ഏതെല്ലാം പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്. അത് ഓഫീസിലായാലും അതുപോലെ ഫാക്ടറിയിലായാലും അത് സ്ട്രീറ്റിലായാലും രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളിലായാലും ഗോത്രങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളിലായാലും ഒക്കെ നമുക്ക് ആ സഹിഷ്ണുത അത്യാവശ്യമാണ്. ആ രീതിയിൽ നമ്മൾ സഹിഷ്ണുതയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് നമുക്ക് പുതിയ ഒരു സംസ്കാരം ഇവിടെ റീബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി 6th പോയിന്റ് നോക്കാം. ഗ്രേറ്റ് മെൻ സച്ച് ആസ് എറാസ്മസ്, മൊണ്ടെയ്ൻ, ലോക്ക് ആൻഡ് ഗോദെ ഹാവ് അഡ്മയർഡ് ദ ഐഡിയൽ ഓഫ് ടോളറൻസ്. ഗ്രേറ്റ് മെൻ, മഹാന്മാരായ ആളുകൾ, സച്ച് ആസ് ആരെപ്പോലെ എറാസ്മസ്, മൊണ്ടെയ്ൻ, ലോക്ക് ആൻഡ് ഗോദെ, ഇവരൊക്കെ മുൻകഴിഞ്ഞ ഓരോ സമുദായ നേതാക്കളായിരുന്നു. അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹാവ് അഡ്മയർഡ്, അവരൊക്കെ പ്രശംസിച്ചിട്ടുണ്ട്. എന്തിനെ? ദ ഐഡിയൽ ഓഫ് ടോളറൻസ്, സഹിഷ്ണുത എന്ന് പറയുന്ന മാതൃകാപരമായ ആശയത്തെ അഥവാ സഹിഷ്ണുതയെ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പുകഴ്ത്തി പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല സംസ്കാരം പുനഃസൃഷ്ടിക്കാൻ ഏറ്റവും നല്ല മാർഗമായിട്ട് ടോളറൻസ് അഥവാ സഹിഷ്ണുതയെ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. E.M. ഫോസ്റ്റർ അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായം ആയിട്ടല്ല ഇത് പറയുന്നത്, മറിച്ച് മുൻകഴിഞ്ഞ മഹാന്മാരായ ആളുകളൊക്കെ ടോളറൻസിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കണ്ടിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ടോളറൻസാണ് സിവിലൈസേഷൻ റീബിൽഡ് ചെയ്യുന്ന ഏറ്റവും ഉചിതമായ ആശയമെന്ന് പറഞ്ഞത്. ഇനി 7th പോയിന്റ്. വി ഓഫൺ ഫൈൻഡ് ഫനാറ്റിസിസം ഇൻ അതർ പീപ്പിൾ ബട്ട് വി ഇഗ്നോർ ഇറ്റ് ഇൻ അവർ സെൽഫ്സ്. വി ഹാവ് ടു പ്രാക്ടീസ് ടോളറൻസ് ഇൻ അവർ ഓൺ ലൈഫ്. അദ്ദേഹം E.M. ഫോസ്റ്റർ നമ്മൾ ഓരോരുത്തരോടായിട്ട് പറയുകയാണെന്ത്? വി ഓഫൺ ഫൈൻഡ്, നാം പലപ്പോഴും കണ്ടെത്തുന്നു, ഫനാറ്റിസിസം, മതഭ്രാന്ത് കണ്ടെത്തുന്നു, ഇൻ അതർ പീപ്പിൾ, മറ്റുള്ള ആളുകളിൽ. മറ്റുള്ള ആളുകൾക്ക് മതഭ്രാന്താണ്, മറ്റുള്ള വിഭാഗങ്ങൾക്ക് അത് അവരുടേതായ മതത്തോടുള്ള പ്രത്യേകമായ താല്പര്യമാണ്, മറ്റുള്ള മതങ്ങൾ അവരെന്ത് ചെയ്യുന്നില്ല, വെറുക്കുകയാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ള ആളുകളെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ വി ഇഗ്നോർ, നാം എന്ത് ചെയ്യുന്നു? അവഗണിക്കുന്നു, ഇറ്റ്, ഈ ഫനാറ്റിസിസത്തെ, മതഭ്രാന്തിനെ, ഇൻ അവർ സെൽഫ്, നമ്മിൽ ഓരോരുത്തർക്കും അങ്ങനെയുള്ളൊരു മതഭ്രാന്ത് ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട്, നമ്മുടെ ആത്മാവിനോട് നമ്മൾ ചോദിക്കണം. നമ്മളെപ്പോഴും പലപ്പോഴും മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തും, അവർക്ക് മതഭ്രാന്തുണ്ട്, അവർ അതിൻ്റെ ആളുകളാണെന്നൊക്കെ പറയും. പക്ഷേ പലപ്പോഴും നമ്മളിൽ അതുണ്ടോ എന്നുള്ളത് നാം ആലോചിക്കുകയില്ല. ഇനി ആലോചിച്ചാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ അവഗണിക്കും. അങ്ങനെ ഇല്ല എന്ന് നമ്മൾ പറയുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വി ഹാവ് ടു പ്രാക്ടീസ്, നമുക്ക് പരിശീലിക്കേണ്ടതുണ്ട്. ടോളറൻസ്, സഹിഷ്ണുതയെ നമ്മൾ പരിശീലിക്കണം. ഇൻ അവർ ഓൺ ലൈഫ്, നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ സഹിഷ്ണുതയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ് നടന്നാൽ പോരാ, അത് നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും വേണം. അപ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക? ആ സഹിഷ്ണുതയുള്ള ആളുകളായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിൽ മാത്രം ആ സഹിഷ്ണുത ഒതുങ്ങി നിൽക്കും. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കാം. വെൻ സിവിലൈസേഷൻ ഈസ് വൺസ് റീബിൽഡ് ഓൺ ദി ബേസിസ് ഓഫ് ടോളറൻസ്, ലവ് മേ ഇൻസ്പയർ ആൻഡ് എൻനോബിൾ ഇറ്റ്. വെൻ സിവിലൈസേഷൻ ഈസ് വൺസ് റീബിൽഡ്, ഇനി അങ്ങനെ നമ്മൾ പറഞ്ഞ രീതിയിൽ ഇവിടെ സിവിലൈസേഷൻ, സംസ്കാരം അല്ലെങ്കിൽ നാഗരികത പുനർനിർമ്മിക്കപ്പെടുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഓൺ ദി ബേസിസ് ഓഫ് ടോളറൻസ്, സഹിഷ്ണുത എന്ന് പറയുന്ന ആ ഒരു മനോഭാവത്തോടു കൂടി, സഹിഷ്ണുതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ പുതിയ സംസ്കാരം രൂപപ്പെടുത്തുമ്പോൾ, ലവ് മേ ഇൻസ്പയർ, സ്നേഹവും ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടും. ആൻഡ് എൻനോബിൾ ഇറ്റ്, ആ സ്നേഹത്തെ ഇവിടെ മഹത്വവൽക്കരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ചില ആളുകൾ സ്നേഹം കൊണ്ട്, പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ പുതിയ ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ ഒരു സിവിലൈസേഷനെ പുനഃസൃഷ്ടിക്കാമെന്ന് വാദിച്ചിരുന്നു. അപ്പോൾ അതിനേക്കാൾ നല്ല മാർഗ്ഗമാണ് ടോളറൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് E.M. ഫോസ്റ്റർ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഈ ടോളറൻസിലൂടെ നമ്മളൊരു പുതിയ സംസ്കാരത്തെ പുനഃസൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സ്നേഹമെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? പ്രോത്സാഹിപ്പിക്കപ്പെടും, അതിനെ മഹത്വവൽക്കരിക്കപ്പെടുകയും ചെയ്യും. അഥവാ ആളുകൾക്ക് പരസ്പരം എന്തുണ്ടാവും? സ്നേഹം നമ്മൾ എന്ത് ചെയ്യും? അത് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല, അത് ഉണ്ടായിത്തീരുക തന്നെ ചെയ്യും. ഇത്രയും പോയിന്റുകളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഈ 8 പോയിന്റുകളുടെ നമ്മൾ ചാപ്റ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്തു? ടച്ച് ചെയ്തു. അഥവാ ചാപ്റ്ററിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഈ 8 പോയിന്റുകൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് കിട്ടും. പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പല ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ട് പല പ്രാവശ്യങ്ങളിലും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചാപ്റ്ററും കൂടിയാണിത്.
അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വിശദീകരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.